ഇന്ന് രാത്രി ഒരു പദം, ഒരു വാക്ക് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആ വാക്കിനെ ആസ്പദമാക്കിയും അതിനെ കേന്ദ്രീകരിച്ചുമാണ് ഈ രാത്രി ചിന്തകൾ കൊണ്ടുപോകുവാൻ കരുണയിൽ ആമേൻ ആശ്രയിക്കുന്നത്. ആബീബ് എന്നൊരു വാക്ക് ഒരുപക്ഷെ നമ്മിൽ പലരും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ആബീബ് എന്നൊരു വാക്ക് വായിച്ചിട്ടുണ്ടോ? ആബീബ് മാസമില്ലേ? തീർച്ചയായിട്ടും ആ വാക്കിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രികാലം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ആബീബ്, ആബീബ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് ആ പ്രാരംഭത്തിൽ പറയുന്നത്. ആബീബ് എന്ന് പറയുന്ന വാക്കിന് 3-4 അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ അറിയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ആബീബ്, എന്തിനാണ് ആബീബ്, എങ്ങനെയാണ് ആബീബ് എന്നറിയാൻ പറ്റും. ആ 3-4 അർത്ഥങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കിടക്കുകയാണ്. ഒന്നാമത്തെ അർത്ഥം, ആബീബ് എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഫ്രഷ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ആയത്. നമ്മളൊക്കെ ഫ്രഷ് ജ്യൂസ് ചോദിക്കാറുണ്ട്. സാധന സാമഗ്രികൾ വായിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഈസ് ഇറ്റ് ഫ്രഷ്? ഫ്രഷ് ആണോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഫ്രഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ആയത്, പഴയതല്ല, മുൻപിലത്തേതല്ല, ഇറ്റ്സ് ന്യൂ. സ്തോത്രം. ദൈവദാസൻ്റെ ലീഡിങ്ങിലുള്ള ശുശ്രൂഷയിലും അത് കയറി വരുവാനായിട്ടിടയായി 3-ാം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില പുതുക്കത്തിൻ്റെ അനുഭവങ്ങൾ. ഓക്കെ. സോ ആബീബ് എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഫ്രഷാണ്, ഇപ്പോൾ ആയത്. രണ്ടാമത്തെ അർത്ഥം ഇളം കതിര് എന്നാണ്. യങ് ന്യൂ ഗ്രെയിൻ. ഇളം കതിര് എന്ന് വെച്ചാൽ പുതിയ കതിരാണ്, പുത്തൻ കതിര്. ന്യൂ, യങ് ഗ്രെയിൻ, ഇതാണ് രണ്ടാമത്തെ അർത്ഥം. പുതിയ കതിരാണ്. മൂന്നാമത്തത് പുതിയ മുള പൊട്ടുക, പുതുതായി കിളിർത്ത് തുടങ്ങുക. ന്യൂ സ്പ്രൗട്ട് എന്നൊക്കെ പറയും. പുതുതായിട്ട് നാമ്പിടുക, പുതുതായിട്ട് മുള പൊട്ടുക, പുതുതായിട്ട് കിളിർത്ത് വരിക. ഇതും ആബീബിൻ്റെ അർത്ഥമാണ്. നാലാമത്തെ അർത്ഥം ഇതെല്ലാം കൂടെ ചേർന്ന് ന്യൂ ബിഗിനിങ്. ഒറ്റ വാക്കിൽ ഈ 3 അർത്ഥങ്ങളെയും കൂടെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുതിയ തുടക്കം. ഫ്രഷാണ്, പുതിയ ധാന്യമാണ്, പുതിയ മുള വെട്ടുകയാണ്. ചുരുക്കത്തിൽ ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ്. ഇതാണ് ആബീബ് എന്ന വാക്കിൻ്റെ അർത്ഥം. തുടർന്നുള്ള നമ്മുടെ സന്ദേശത്തിൽ ഈ അർത്ഥങ്ങൾ നമ്മുടെ ഹൃത്തടത്തിലിരിക്കട്ടെ, വിട്ടുകളയരുത്. എന്താണ് ആബീബ്, എന്തിനാണ് ആബീബ്, എങ്ങനെയാണ് ആബീബ് എന്ന തിരുവെഴുത്തുകളിൽ കൂടെ നമുക്ക് അവിടുത്തെ കൃപയാൽ, തിരുശക്തിയാൽ നമുക്കൊന്ന് മുൻപോട്ട് പോകാം. അപ്പോൾ ആബീബ് മാസം നമുക്ക് നല്ല പരിചയമാണ്. പഴയ നിയമത്തിൽ ഒക്കെ നാം അത് വായിച്ചിട്ടുണ്ട്. നാം ഇനി അതിലേക്കൊന്ന് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആ വാക്കിൻ്റെ അർത്ഥമേ ആയിട്ടുള്ളേ കേട്ടോ. ആ വാക്കിനൊരർത്ഥമാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ നമ്മൾ ആ മാസത്തിലേക്കൊന്ന് കടക്കാൻ പോവുക. എന്താണ് ആബീബ് മാസം? ഇതുവരെ പറഞ്ഞത് ആബീബ് എന്ന വാക്കിനെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് വാക്കിനും അപ്പുറം ആ മാസത്തിലേക്ക്, ആ മന്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒരാബീബ് മാസം നിശ്ചയിച്ചത്? സ്വർഗം ഒരിക്കലും വെറുതെ ഒന്നും ചെയ്യുകയില്ല. ചുമ്മാതൊരു പ്ലാൻ ഇല്ലാതെ, വിശേഷാൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ, തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വെറുതെയോ തമാശയായോ ചുമ്മാതെയോ നത്തിങ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ആ മാസത്തിലേക്കൊന്ന് പ്രവേശിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടർ
ആധുനിക ലോകം ഇന്ന് ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊക്കെ പറയുന്ന പുതിയ കലണ്ടറാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറാണ് ആധുനിക ലോകം ഇന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഈ കലണ്ടർ നമുക്കുള്ളപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ, മലയാള നാട്ടിൽ മറ്റൊരു കലണ്ടറുണ്ട്. ഉണ്ടോ? അതേത് കലണ്ടറാ? മലയാളം കലണ്ടർ അല്ലേ? ചിങ്ങത്തിൽ തുടങ്ങുന്നു ഇല്ലേ? മലയാള മാസം എന്നൊക്കെ പറയും. അതും ഒരു കലണ്ടറാണ്. ഒരു കാലത്ത് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ഇതുപോലെ നാം ഓരോ ഭാഷക്കാർക്കിടയിലും ഓരോ സമൂഹത്തിലും ചെല്ലുമ്പോൾ അവരുടേതായ പ്രാദേശിക സംസ്കാരത്തോട് ചേർന്നുള്ള അവരുടേതായ കലണ്ടർ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന, ഇങ്ങനെ AD എന്നും BC എന്നും രണ്ടായിട്ടൊക്കെ തിരിച്ച കൂട്ടത്തിൽ പൊതുവിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന കലണ്ടറാണ് നമ്മളും ഇന്ന് ഉപയോഗിക്കുന്നത്. ഏതായാലും നമുക്ക് ആ കലണ്ടർ ഇപ്പോൾ മാറ്റാൻ ഒക്കുകയല്ല. മാറ്റിയാൽ വലിയ പ്രശ്നങ്ങളാണ്. കാരണം നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ കലണ്ടറല്ല. ഏത് കലണ്ടർ? ഇപ്പോഴത്തെ കലണ്ടർ. ഓക്കെ. എന്നാൽ നമുക്ക് ദൈവിക കലണ്ടറിലേക്കൊന്നിറങ്ങാം. ജൂയിഷ് കലണ്ടർ, യഹൂദന്മാരുടെ കലണ്ടർ. പാസ്റ്റർ എന്നായി പറയുന്നത്? 2026 നിന്നുകൊണ്ട് യഹൂദന്മാരുടെ കലണ്ടർ ഇവിടെ പറ. അതുമല്ല, ഇസ്രായേലിലും ഞങ്ങൾ ചെന്ന് പറ. അല്ല, ആ കലണ്ടർ അന്തക്കാലത്ത്, പുരാതന കാലത്ത് യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ആ കാലത്തെ കലണ്ടർ എന്തിനാ പാസ്റ്റർ ഇന്ന് രാത്രി ഇവിടെ പറയുന്നത്? ജീസസ് വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ഈ രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 4 തലമുറകളായി 400 വർഷത്തിലധികം അബ്രാഹാമിനോട് പറഞ്ഞു, സ്വന്തമല്ലാത്തൊരു ദേശത്ത് നിന്റെ സന്തതി 400 years 400 വർഷം പോയി അവരെ സേവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മോശയുടെ കാലം വന്നപ്പോൾ 400 എത്രയായി? 430. ഓക്കെ. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി, 4 തലമുറകളായി ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെ കീഴിലാണ് അവർ നിന്നത്. അവർക്ക് സ്വന്തമായി ഒരു കലണ്ടർ ഇല്ലായിരുന്നു. ആർക്ക്? ദൈവജനത്തിന്. വാഗ്ദത്ത സന്തതിയാണ്, വാഗ്ദത്ത തലമുറയാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടം അവർക്ക് സ്വന്തമായ ഒരു കലണ്ടർ ഇല്ലായിരുന്നു. അവർക്ക് സ്വന്തമായ ഒരു ക്രമമില്ലായിരുന്നു. അവർ അടിമകളായി നിന്നത്, അവരെ ഭരിച്ചിരുന്നത് മറ്റൊരു കലണ്ടറാ. ഏത് കലണ്ടറാ? മിസ്രയീമ്യ കലണ്ടർ. ആ കലണ്ടറിൻ്റെ കീഴിലാണ് അവർ പാടുപെട്ടത്. ഇത്രയും നാളുകളായി മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, ഫറവോന്മാർ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരുന്നു. ഇവന്മാരെ എങ്ങനെ ഒതുക്കണം, ഇവന്മാരെ എങ്ങനെ താഴ്ത്താം, ഇവരെ എങ്ങനെ ബലഹീനരാക്കാം, എങ്ങനെ ഇല്ലായ്മ ചെയ്യാം. ഈ കലണ്ടറിൻ്റെ കീഴിൽ നോക്കണം. 400 years 400 വർഷം എത്ര ഭരണാധികാരികൾ മാറി മാറി വന്നു കാണും. എത്ര ശക്തന്മാർ മാറി മാറി അവരെ ഭരിച്ചു. കാലഘട്ടമൊക്കെ മാറിയിട്ടും ഈ കലണ്ടറിന് മാത്രം മാറ്റമില്ല. ഫറവോന്മാർ മാറി വരുന്നുണ്ട്, പീഡനങ്ങൾ വ്യത്യസ്തമാണ്, ആക്രമണങ്ങൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഏതിനു മാത്രം മാറ്റമില്ല? മിസ്രയീമ്യ കലണ്ടറിന് മാത്രം മാറ്റമില്ല. ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ ആഴ്ചയും, ഓരോ ദിവസവും ഈ കലണ്ടർ അവരെ പുച്ഛിക്കുമായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ കീഴിലാണ് കിടക്കുന്നത്,
നിന്നെ ഈ മാസവും ഞങ്ങൾ തകർക്കും, 2-ാം മാസവും നിന്നെ ഇവിടെ തന്നെ ഇട്ട് പൂട്ടും, അടുത്ത മാസവും നിങ്ങൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് മിസ്രൈമ്യ കലണ്ടർ അവരെ വല്ലാതെ ഭീതിപ്പെടുത്തി. പലപ്പോഴും അവരാഗ്രഹിച്ചു എന്ന് ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വരുമെന്ന്. ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധപ്പെടുത്തിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ അടിമപ്പെടുത്തുന്ന, നമ്മെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ ഒതുക്കുന്ന ഒത്തിരി ക്രമങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. നാം എല്ലാം സമയത്തിൻ്റെ കീഴിലാണ്, നാം സമയത്തിന് അധീനരാണ്. എന്നാൽ ദൈവം സമയത്തിന് അതീതനാണ്. നാം സമയത്തിന് അധീനരും ദൈവം സമയത്തിന് അതീതനുമാണ്. ശരിയല്ലേ? സമയമാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്, ആണ്ടുകളല്ലേ നമ്മെ ഭീതിപ്പെടുത്തുന്നത്. അയ്യോ, എൻ്റെ വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു, എൻ്റെ ആണ്ടുകൾ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ താഴോട്ട് പോവുകയാണ്. എൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയല്ലേ, എൻ്റെ നരയുടെ എണ്ണം കൂടുകയല്ലേ, എൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം താഴോട്ട് പോവുകയല്ലേ. സമയങ്ങൾ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ആണ്ടുകൾക്ക് മുൻപിൽ നാം കീഴടങ്ങുന്നു. സമയം നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മാസങ്ങൾ നമുക്ക് ഭീതിയാ. മുമ്പോട്ട് നോക്കുമ്പോൾ അടുത്ത മാസം, പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത ആണ്ട് അല്ല, ഇനി ഭാവി. സമയമാണ് വിഷയം. ആഴ്ചകൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു, ദിവസങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. കാരണം നാം കലണ്ടറിൻ്റെ കീഴില, നാം സമയത്തിൻ്റെ കീഴില. പക്ഷെ നമ്മുടെ സർവശക്തനായ കർത്താവ് അവിടുന്ന് സമയത്തിന് അതീതനാകയാൽ അവിടെ ടെൻഷനില്ല, അവിടെ വ്യാകുലതകളില്ല. എന്താ കാര്യം? അവിടെ എല്ലാം സെറ്റാണ്. അവിടെ എല്ലാം ഓൾറെഡി ക്രമീകരിച്ച് തന്നിരിക്കുകയാണ്. എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഭീതിയുടെ ആവശ്യമില്ല. ദൈവത്തിന് ടെൻഷൻ ഇല്ലാത്തതിൻ്റെ കാരണം, സ്വർഗത്തിൽ വ്യാധി ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം, സമയത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. സണ്ണിനും മൂണിനും കാലാവസ്ഥയ്ക്കും കാലഘട്ടത്തിനും ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയില്ല. കാരണം അതൊക്കെ സമയത്തിന് മുകളിലുള്ള ഒരു മണ്ഡലമാണ്, മേഖലയാണ്. ഇതെല്ലാം മനുഷ്യനെയാണിട്ട് കറക്കുന്നതേ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 4 തലമുറകളായി ഈജിപ്ഷ്യൻ കലണ്ടർ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈജിപ്ഷ്യൻ കലണ്ടർ അവരെ തകർക്കുന്നതിൻ്റെ പരമാവധി തകർക്കുവാൻ തുടങ്ങി. നമ്മൾ ചിന്തിച്ചു വരുന്നത് ഏതിനെക്കുറിച്ചാ? ആബീബ്. എന്താണ് ആബീബ്? എന്തിനാണ് ആബീബ്? എങ്ങനെയാണ് ആബീബ്? നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങാം. ആബീബ് മാസത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറയാൻ പോവുക. ആദ്യം ഞാൻ പറഞ്ഞത് പ്രത്യേകതയല്ല, മറിച്ച് ആ വാക്കിൻ്റെ അർത്ഥമാണ്. ഫ്രഷാണ്, പുതിയ കതിര് വരുന്നു, പുതിയ നാമ്പിടുന്നു, പുതിയ തുടക്കം. അത് ആ വാക്കിൻ്റെ അർത്ഥമാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യം വരും. ആബീബ് മാസത്തിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് നോക്കാം. പുറപ്പാട് 12-ന്റെ 2 നോക്കാമോ? നോക്കുക. ഈ
മാസം നിങ്ങൾക്ക് എന്തായിരിക്കണം? മാസങ്ങളുടെ ആരംഭവും. അടുത്തത് ആബീബ് മാസത്തിന്റെ പ്രത്യേകത, ഒന്ന്, അത് ആണ്ടിന്റെ തുടക്കമാണ്. ന്യൂ ഇയർ, ഒരു വർഷം ഗ്രിഗോറിയൻ കലണ്ടറിൽ, ഇന്ന് ലോകമെങ്ങും ഉപയോഗിക്കുന്ന കലണ്ടറിൽ ആണ്ടിന്റെ തുടക്കം ഏത് മാസമാണ്? ജനുവരിയാ. അതങ്ങോട്ട് മാറ്റിപ്പോയി, അത് വിത്തിയെ കിടക്കട്ടെ. പക്ഷേ ഇന്ന് ഒരു ദൈവീക കലണ്ടർ നമ്മുടെ ആത്മാവിലേക്കൊന്നിറങ്ങണം. ദൈവം വെച്ചൊരു ക്രമമുണ്ട്, ദൈവം വെച്ച ഒരു പ്രോഗ്രാമുണ്ട്. തൻ്റെ ജനം വിടുവിക്കപ്പെടുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഈജിപ്ഷ്യൻ കലണ്ടറിനെ ഞാനിവിടെ ക്യാൻസൽ ചെയ്യുക. ഇന്നലെ വരെ നിങ്ങളെ തകർത്തുകൊണ്ടിരുന്ന, ഇന്നലെ വരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ കലണ്ടർ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. എന്നിട്ട് ഒരു പുതിയ കലണ്ടർ നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. ഒരു പുതിയ കലണ്ടറിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ആണ്ടിന്റെ തുടക്കം, ആബീബ് മാസത്തിന്റെ പ്രത്യേകത, വിടുവിക്കപ്പെട്ട ദൈവജനത്തിന്റെ പുതിയ വർഷത്തിന്റെ തുടക്കം ഏത് മാസമാണ്? ആബീബ് മാസം. അതിന്റെ പ്രത്യേകത രണ്ടുണ്ട്. ഒന്ന്, വർഷത്തിന്റെ ആരംഭം. രണ്ട്, മാസങ്ങളിലും ആദ്യം. അതാ ന്യൂ ഇയർ മാത്രമല്ല, മാസങ്ങളിലും ആദ്യം വരുന്നത്. അത് ന്യൂ ഇയർ അങ്ങനെ വരത്തുള്ളൂ. അതിന് അതായത് ഇയർ മന്ത് ഉണ്ട് കേട്ടോ. വർഷത്തിന്റെ തുടക്കമാണ് ആബീബ്. രണ്ട്, മാസങ്ങളുടെ തുടക്കവുമാണ് ആബീബ്. ഒരു ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നില്ലേ, ആണ്ടിൻ്റെ സങ്കീർത്തന ഭാഗത്തിലല്ലേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇല്ലേ. പലപ്പോഴും നമ്മൾ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള വാക്യം സാധാരണഗതിയിൽ ഒരു ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ആ വാക്യം നമ്മൾ പറയുന്നതും ഏറ്റു പറയുന്നതും സാധാരണയായിട്ട് എപ്പോഴാണ്? ന്യൂ ഇയറിനല്ലയോ? അവിടെ നമ്മുടെ പക്ഷേ നമ്മുടെ ജനുവരി അല്ല ദൈവം ഉദ്ദേശിച്ചത്. കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തുടക്കം ഏത് മാസത്തിലാ? ആബീബിലാ. മറ്റേത് ലോകത്തിന്റെ ക്രമമാണെന്ന്. ഇന്ന് രാത്രി ഈ ഉപവാസത്തിന്റെ ഒന്നാമത്തെ ഈ രാത്രിയിൽ ചില ലോകത്തിന്റെ ശക്തികളിൽ നിന്ന്, ചില ലോകത്തിന്റെ പ്രോഗ്രാമിൽ നിന്ന്, ചില ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഒരാബീബിലേക്കൊന്ന് കയറാൻ പറ്റുമോ? ഒരു പുതിയ സ്റ്റെപ്പ് വെച്ച്, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഇന്നാകട്ടെ നമ്മുടെ ആബീബ്. തിരിച്ചറിയണം. ചുമ്മാതെ ആണ്ടറതിയുടെ പിറ്റേന്ന് അന്ന് രാത്രി നമുക്ക് എടുത്തു പറയാനുള്ള ജനുവരി മാസമല്ല ദൈവം ഉദ്ദേശിച്ചത്. എന്നാണോ പുതിയത് ആരംഭിക്കുന്നത് അന്ന് ആബീബ് തുടങ്ങുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആബീബ് തുടങ്ങണം. ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന ചില വിഷയങ്ങളിൽ, ഇന്നലെ വരെ ഇരുട്ട് വ്യാപരിച്ച വിഷയത്തിൽ, ആ മിസ്രൈമ്യ കലണ്ടർ, ആ പഴയ കലണ്ടർ ഇന്നുകൊണ്ട് ആണിയടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം തുടങ്ങുകയാണെന്ന്. എ ന്യൂ കലണ്ടർ, പുതിയൊരു സ്റ്റെപ്പിലേക്ക്. ആണ്ടിന്റെ തുടക്കം ഇന്ന് രാത്രി തുടങ്ങാൻ പറ്റുമോ? മാസങ്ങളുടെ തുടക്കം, ആണ്ടിന്റെ ആരംഭം മുതലെന്ന് ആബീബിൽ തുടക്കം കുറിക്കട്ടെ. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നില്ലേ, 12 മാസവും 12 വിധ ഫലങ്ങൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, പുതിയ ഫലങ്ങൾ. ആബീബിൽ ചിലത് പുതിയത് തുടങ്ങാനിട വരട്ടെ. സ്തോത്രം. എത്ര വർഷങ്ങളായി അവർ അടിമപ്പെട്ട് ഭീതിപ്പെട്ടുകൊണ്ടിരുന്നു. പല ഭാഗത്തും പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്,
ഇന്നേ ദിവസമാണ് ഞാൻ നിങ്ങളെ വിടുവിച്ചതെന്ന് ഒന്നിലധികം തവണ, പലതവണ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദിസ് വെരി ഡേ എന്നാ പറഞ്ഞു. ഈ ഇന്നേ ദിവസം, ഏതാ ഇന്നേ ദിവസം എന്നറിയാമോ? ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയത് സംഭവിക്കുന്ന, പുതിയ തുടക്കങ്ങളിടുന്ന, പുതിയ സ്റ്റെപ്പുകൾ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ആബീബ് മാസത്തിൻ്റെ പ്രത്യേകത, ആണ്ടിൻ്റെ ആരംഭമാണ് ആബീബ്. രണ്ടാമത്തത് മാസങ്ങളുടെ ആരംഭമാണ്. സ്തോത്രം. ഒന്ന് ശാന്തമായി നമ്മുടെ അകത്തേക്കൊന്ന് കയറട്ടെ. എൻ്റെ ആയുസ്സിൽ ഒരു പുതിയ വർഷം ആരംഭിക്കാൻ പോവാ. ജീസസ്. ലോകപ്രകാരം ഒരു മാർച്ച് തുടങ്ങാൻ പോവാ. അത് 3-ാം മാസം. അത് കലണ്ടറില്ല, അത് അങ്ങനെ അവിടെ ഞാൻ കിടന്നോട്ടെന്ന്. നമ്മളൊരു ആണിയും അടിച്ച്, ഇവിടെ കലണ്ടർ ഉണ്ടോ കാശം ഇല്ല, സാധാരണ നമ്മളിങ്ങനെ ഒരു ആണിയും അടിച്ച് ആ ആണിയിൽ ഒരു കലണ്ടറും തൂക്കിയിട്ടേച്ച് നമ്മൾ പോയി വരച്ചും കുറിച്ചും വട്ടമൊക്കെ ഇടും. ഏത്? ഈ കലണ്ടറിൽ. ഈ കലണ്ടറാണോ നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഈ കലണ്ടറാണോ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ദൈവീക കലണ്ടറിലേക്കൊന്ന് കയറാൻ പറ്റുമോ? ഒരു ദൈവീക ഷെഡ്യൂളിലേക്ക് കയറാമെങ്കിൽ ഇന്ന് രാത്രി ആബീബ് ഇവിടെ തുടങ്ങുക. അതിന് ശാരീരിക തലമാകട്ടെ, മാനസിക മേഖലകളാകട്ടെ, ഭൗതികമോ ആത്മിക തലങ്ങളിൽ ഒരാബീബ് ഇന്ന് രാത്രി തുടങ്ങട്ടെ. അതിന് രാത്രി ഒരുങ്ങിക്കോണം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് തുടക്കം കുറിക്കാം, നമുക്ക് തുടങ്ങാം ആബീബിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ രാത്രി പറഞ്ഞുകൊള്ളട്ടെ, പുതിയ നിയമത്തിൽ കുറഞ്ഞത് 4 പുതിയ തുടക്കങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. ആബീബാണല്ലോ നമ്മുടെ വിഷയം. ആബീബിൻ്റെ അർത്ഥം ന്യൂ ബിഗിനിങ് എന്ന, പുതിയ. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ കുറഞ്ഞത് 4 ആബീബുകളുണ്ട്. പുതിയ നിയമത്തിൽ 4 പുതിയ തുടക്കങ്ങൾ. ഒന്ന്, ഒരു വിരുന്നു വീട്ടിലേക്ക് യേശു കർത്താവ് ചെല്ലുമ്പോൾ അവിടെ ജനത്തിന് ആവശ്യമുള്ള ആ പാനീയം കൊടുത്തു കഴിഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചു: യേശു കർത്താവ് ഗലീലയിലെ കാനാവിൽ ഇങ്ങനെ എന്തോ ചെയ്തെന്നാ, അത്ഭുതം ചെയ്തെന്നല്ല, ദ ബിഗിനിങ് ഓഫ് സയൻസ്. ആബീബ് തുടങ്ങിയെന്ന്. ജീസസ്. അവിടെ മാസമല്ല തുടങ്ങിയത്, മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് ആബീബ് ഒരു മാസമായിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആബീബ് ഒരനുഭവം, ഒരെക്സ്പീരിയൻസായി മാറണം. അതാണ് നമ്മുടെ തുടക്കം. മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ലോകത്തിലെ ശുശ്രൂഷയുടെ, അടയാളങ്ങളുടെ, ദൈവപ്രവൃത്തിയുടെ ആബീബ് തുടക്കം, ന്യൂ ബിഗിനിങ്. ജീസസ്. ഒരു ശൂന്യമായ വീട്ടിലാണ് തുടങ്ങിയെന്ന്. രാത്രി നമ്മൾ ആബീബിലേക്കൊന്ന് ഇറങ്ങുക. എല്ലാം ആവശ്യത്തിനുണ്ടായിരുന്ന ഒരു വീട്ടിലല്ല കർത്താവ് ആബീബ് ചെയ്തത്. ഒരു തകർന്ന വീട്ടിൽ, നെഞ്ചത്തടിച്ച ഒരു വീട്ടിൽ. അയ്യോ, എൻ്റേതെല്ലാം തീർന്നു പോയല്ലോ, ഞങ്ങൾ ഒപ്പിച്ചു വെച്ചതും കണക്ക് കൂട്ടിയതും ഞങ്ങൾ സ്വരൂപിച്ചതെല്ലാം ഈ ജനത്തിൻ്റെ മുമ്പിൽ കളഞ്ഞു പോയല്ലോ, തീർന്നു പോയല്ലോ എന്ന് കരുതിയ സ്ഥാനത്ത് യേശു കർത്താവ് പറയുക, ഇവിടെ ആബീബ് നിൽപ്പുണ്ട്, ആൽഫയായവൻ, ആലേഫായവൻ. എടാ, തുടക്കം ഇവിടെ നിൽക്കുകയാണെന്ന്. നിന്റെ പഴയത് തീരട്ടെ, ആബീബ് ഞാനിവിടെ നിൽപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ നിൽക്കുന്ന, ശൂന്യതയുടെ കണ്ണുനീരിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന പ്രിയഭവനനെ സ്വർഗം അടയാളങ്ങൾ തുടങ്ങുക. ഒരാബീബ് ചില വീടുകളിൽ ആരംഭിക്കട്ടെ. എവിടെയൊക്കെയോ തകർന്ന ചില ഇല്ലായ്മകൾ ഭീതിപ്പെടുത്തുന്നു. ആബീബ് കേവലം പഴയ നിയമജനത്തിന് മാത്രമല്ല കേട്ടോ. ആബീബ് അവർക്ക് മാസമായിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ആബീബ് മാസമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്, എക്സ്പീരിയൻസ്.
ഇന്ന് രാത്രി ഈ എക്സ്പീരിയൻസിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ? എവിടെയൊക്കെയോ ജീവിതത്തിൽ തീർന്നു കിടക്കുകയാണോ? എവിടെയൊക്കെയോ എൻ്റേത് തീർന്നു പോയി, എൻ്റെ കരുതൽ തീർന്നു, എൻ്റെ നന്മ, എൻ്റെ ഭാവി തീർന്നു, എൻ്റെ കണക്കൂട്ടലെല്ലാം ഇല്ല. ദൈവ പൈതലേ, യേശു കർത്താവ് ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടവനായി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ആബീബ് തുടങ്ങാൻ പോവുക, ആ വീട്ടിൽ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണെന്ന്. രാത്രി ഒരു പഴയ കലണ്ടർ ഇവിടെ അവസാനിക്കട്ടെ. ദൈവാത്മാവിൽ ചിലരെ നോക്കി വിളിച്ചു പറയട്ടെ, ഇന്നലെ വരെ പഴയ സംഭവങ്ങൾ നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചെങ്കിൽ, ഇന്നലെ വരെ ഈ പഴയ കലണ്ടർ നിന്നെ കണ്ണുനീരിൽ മുക്കിയെങ്കിൽ, ഇനി മുഖം വാടാതെ വേണം ഒരു പുതിയ കലണ്ടർ ആരംഭിക്കട്ടെ എന്ന്. ഒരാബീബിന്റെ തുടക്കം ഒരു തീർന്ന ഭവനത്തിൽ ദൈവം ആരംഭിച്ചെങ്കിൽ ഇത് രാത്രി അത് സംഭവിക്കട്ടെന്ന്. എവിടെയൊക്കെയോ വീർപ്പ് മുട്ടുന്ന ചില ഭവനങ്ങൾ, എവിടെയൊക്കെയോ കണ്ണുനീരിൽ ആണ്ട് കിടക്കുന്ന ചില ഭവനങ്ങളിലേക്ക് ആബീബ് ആരംഭിക്കട്ടെ. തൻ്റെ അടയാളങ്ങളുടെ ആരംഭം ആബീബ്, ന്യൂ ബിഗിനിങ്. ജീസസ്, ഞാൻ പറയട്ടെ, ഒരു ഭൗതിക വിഷയത്തിൽ കർത്താവ് ആബീബ് ചെയ്തെങ്കിൽ, പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തീർന്നെന്നല്ല, സംസാരിച്ച് നിർത്തിയെന്നല്ല, ശബാന, ഒരാത്മിക തുടക്കം. അതും ആബീബാ കേട്ടോ. ചരിത്രത്തിൽ ഇന്നു വരെ യഹൂദന്മാർ അവരുടെ പ്രാദേശിക ഭാഷയ്ക്കപ്പുറം, അല്ലെങ്കിൽ വേറെ വല്ല 1-2 ഭാഷ പഠിച്ചവരായിരിക്കണം, പക്ഷെ വിദ്യാഭ്യാസത്തിനും അപ്പുറം, പഠിപ്പിനും അപ്പുറം, പ്രാപ്തിക്കും കഴിവിനും അപ്പുറം ഒരു പുതിയ ആബീബ്. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പുതിയത് പറയാൻ പോവാന്ന്. ഇന്ന് രാത്രി പറയട്ടെ, ആ പഴയ ഭീതിയുടെ ഭാഷ വിട്ടിട്ട്, ആ പഴയ പരാജയത്തിൻ്റെ ഭാഷ വിട്ടിട്ട് ഒരു പുതിയ ഭാഷ പറഞ്ഞു തുടങ്ങാൻ പറ്റുമോ? ഒരധികാരത്തിൻ്റെ ഭാഷ, ഒരു പുതിയ ഭാഷയുടെ, ഒരു ആത്മാവിൻ്റെ പുതിയ ശക്തിയുടെ ഒരു പുതിയ ഭാഷ. ആബീബ്. ജീസസ്. പ്രാർത്ഥനാമുറിയിൽ ആരംഭിച്ചു? പുതിയ ഭാഷ എന്നുവെച്ചാൽ പുതിയ ശക്തി അവിടെ തുടങ്ങുക, പുതിയ ശുശ്രൂഷ തുടങ്ങുകയാണെന്ന്. കാനാവിലെ വീട്ടിൽ ഭൗതിക വിഷയം തുടങ്ങി വെച്ചെങ്കിൽ, ഒരടയാളമാ തുടങ്ങിയതെങ്കിൽ, കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇന്ന് രാത്രി നമ്മുടെ മേലൊരു ആബീബ് ഇറങ്ങി വരട്ടെ. ആണ്ടുകളുടെ തുടക്കമായ, ആണ്ടിൻ്റെ തുടക്കമായ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന പഴയ കലണ്ടർ, എന്നെ കരയിപ്പിച്ച പഴയ കലണ്ടർ ഉണ്ടല്ലോ, എൻ്റെ ജനനം മുതൽ എന്നെ കരയിപ്പിച്ച ചിലരോടുള്ള വാഗ്ദത്ത ദൂത വിളിച്ച് പറയുന്നത്, ദൈവവേദന, നീ ജനിച്ച നാൾ മുതൽ, നീ വളർത്തപ്പെട്ട നാട് മുതൽ നിന്നെ കരയിപ്പിച്ച ഒരു പഴയ കലണ്ടർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ അതിനെ എറിഞ്ഞു കളഞ്ഞിട്ട്, അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഒരാബീബിലേക്ക് കാലുവയ്ക്ക, ഒരു പുതിയ തുടക്കം. ജീസസ്. അത് നമ്മുടെ ആത്മീക തലത്തിൽ ആബീബ് ആരംഭിക്കട്ടെ. മാസങ്ങളുടെ തുടക്കമായി, ഒരു പുതിയ ആണ്ടിൻ്റെ തുടക്കമായി, ഒരു ഫ്രഷ്. ജീസസ്. 2 തുടക്കങ്ങൾ അവിടെ തന്നെ നാം കാണുന്നു. റോമർ 6 എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടുണ്ടോ? ജീവന്റെ പുതുക്കം വായിച്ചിട്ടുണ്ടോ? ന്യൂനെസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ജീവൻ എന്ന്. അതും ആബീബ. പുതിയ ജീവൻ, അഥവാ തിരിച്ചു പറഞ്ഞാൽ ജീവന്റെ പുതുക്കം. മനസ്സിലാവുന്നുണ്ടോ? ആ പഴയ ജീവനെ, ആ പഴയ ആ ജഡത്തെ, ആ പഴയ മനുഷ്യനെ, അതിൻ്റെ മേൽ ജയമെടുക്കുന്ന ഒരു ജീവന്റെ പുതുക്കം. അതാ ന്യൂ സ്പ്രൗട്ട്. ആബീബ് തുടങ്ങട്ടെ ഇന്ന് രാത്രി. നമ്മുടെ മാനസിക മേഖലകളിലേക്ക് ആബീബ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ജീസസ്. അതേ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സ് പുതുക്കി. വായിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്നുവെച്ചാൽ ന്യൂ മൈൻഡ്, പുതിയ മനസ്സ്.
അപ്പോൾ ഇന്ന് രാത്രി 4 പുതുക്കങ്ങളാണ്. പുതിയ നിയമത്തിൽ കുറഞ്ഞതാണ്, ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോണം. ഇന്ന് മുതൽ ആബീബിന് വേണ്ടി ഇറങ്ങിക്കോണം. എൻ്റെ ജീവിതത്തിലെ ആബീബ് എവിടാ, എനിക്ക് ചില പുതിയത് കാണണമെന്ന് പറ. ഇന്നലെ വരെ എന്നെ ഭീതിപ്പെടുത്തിയ ആ പഴയ കലണ്ടറിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ്. അടയാളങ്ങളുടെ ആരംഭം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങട്ടെന്ന് ജീസസ്. ചില പുതിയ ദൈവിക ഇടപെടലുകൾ എൻ്റെ ഇല്ലായ്മകളിൽ ആബീബ് ആരംഭിക്കട്ടെ. എൻ്റെ വിദ്യാഭ്യാസത്തിന് ചെയ്യാൻ പറ്റാത്തത്, എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ജന്മം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞു തുടങ്ങുമെന്ന്. ഇന്ന് രാത്രി മുതൽ പരാജയം പറഞ്ഞു തുടങ്ങുന്നത് നിർത്ത്. ഇന്ന് രാത്രി മുതൽ ആ പരാജയത്തിൻ്റെ ആ വല്ലായ്മയുടെ ഭാഷ അങ്ങ് നിർത്തിയിട്ട് ദൈവാത്മാവിൽ പുതിയത് പറഞ്ഞ് തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് അവർ പറഞ്ഞു നിർത്തിയെന്നല്ല. ഷബാന ഹത്താന, മനസ്സിലാവുന്നുണ്ടോ? പഴയ കലണ്ടറിനെ വലിച്ചു കീറി എല്ലാ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ ആകുമ്പോൾ നമ്മൾ പിന്നെ ആ കലണ്ടറിനെ പൊതിഞ്ഞുകൊണ്ട് നടക്കത്തില്ലല്ലോ, അതിനെ എടുത്ത് എവിടിടും? ലിസ്റ്റ്. എന്നിട്ട് പുതിയ കലണ്ടറാത്തു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ പഴയ ഭീതിയെ, ആ പഴയ ഭയത്തെ, ആ പഴയ അടയാളം ഉണ്ടല്ലോ, എവിടെയൊക്കെ നമ്മെ മുറിപ്പെടുത്തിയ പഴയ അടയാളത്തെ ഇന്ന് രാത്രി അതിനെ ഊരി മാറ്റിയിട്ട് ആത്മാവിലൊരു പുതിയ അടയാളം, എൻ്റെ ജീവിതത്തിലെ അടയാളങ്ങളുടെ ആരംഭം, സ്വർഗമിടപെടുന്നൊരു മിറാക്കിൾ, സ്വർഗമിടപെടുന്നൊരു പുതിയ അടയാളം സംഭവിക്കട്ടെ എൻ്റെ ആയുസ്സില്. ആബീബിന്റെ തുടക്കം ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ആബീബ് നിങ്ങളിലേക്ക് കൈമാറുക. ആബീബിനെ ഞാനൊന്ന് ഏറ്റെടുക്കുക. കർത്താവ് അതെൻ്റെ വീട്ടിൽ ആരംഭിക്കട്ടെ, അതെൻ്റെ വിദ്യാഭ്യാസത്തിൽ തുടങ്ങട്ടെ, എൻ്റെ ഭാവിയിൽ ഒരു ആബീബ് കടന്നു വരട്ടെ. ഒരു ദൈവപ്രവൃത്തിയുടെ നിറവിൻ്റെ ആബീബ്. മനസ്സൊന്ന് പുതുകട്ടെ, ചിന്താമണ്ഡലങ്ങളൊന്ന് പുതുകട്ടെന്ന്. ജീവന്റെ പുതുക്കമില്ലേ? ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവൻ ഏറ്റെടുത്താൽ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഭയങ്കര ദാഹം വന്നു. ഇങ്ങനെ തൊണ്ട വരണ്ടിങ്ങനെ വരിക. ഞങ്ങൾ അടൂരെത്തിയപ്പോൾ ഒരു കടയിൽ കയറി. അവിടെ ഒരു പ്രത്യേക ഒരു തേൻ ചേർത്ത് കിട്ടുന്നൊരു കട എനിക്കറിയാം. അവർ മറ്റ് കെമിക്കലോ പഞ്ചസാരയൊന്നും ചേർക്കത്തില്ല. സ്വത്രം വണ്ടി നിർത്തി. വീട്ടിൽ നിന്ന് എടുക്കുന്ന ആ വെള്ളം എടുക്കാൻ അങ്ങ് വിട്ടും പോയി. ഞാൻ പറഞ്ഞു വരുന്നതറിയാമോ? ഒരു 3 ഗ്ലാസ് വെള്ളം, ആ സാധനം, ആ സംഭവം എനിക്ക് അത്രയും വേണം. എൻ്റെ വൈഫ് അര ഗ്ലാസ് കുടിച്ചേച്ചിങ്ങി തന്നു. പുള്ളിക്കാരിക്ക് അത്രയും പറ്റൂ. 2.5 ഗ്ലാസ് ഞാനാണ് പിന്നെ കുടിച്ചത്. ഞാൻ പറഞ്ഞു എന്നറിയാമോ? അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കയറി എന്നിട്ട് കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് എനിക്കൊരു എന്തോ വീണത്. ജീവൻ. ആബീബിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എവിടെയൊക്കെയോ തൊണ്ട വറ്റി വരണ്ട, എവിടെയൊക്കെ വാക്കുകൾ കിട്ടാതെ, എവിടെയൊക്കെ വാക്കുകൾ മുറിഞ്ഞ് ചിലരുടെ മുമ്പിൽ നാണം കെട്ടിയെങ്കിൽ പറയട്ടെ, ലേഹിയിൽ ഒരു പുതിയ കുഴിപ്പിളരുമാറാക്കി പുതിയ ജീവൻ കൊടുത്ത അതേ സ്വർഗം ഇന്ന് രാത്രി ചിലരുടെ ക്ഷീണങ്ങൾ ഇന്ന് രാത്രി ഇവിടെ മാറട്ടെന്ന്, ഒരാബീബ് ഇവിടെ ആരംഭിക്കട്ടെന്ന്. സ്തോത്രം. നിങ്ങളിൽ എത്ര പേർക്ക് വീടുകളിലേക്ക് ആബീബിനെ കൊണ്ടുപോകാൻ പറ്റും? എനിക്കൊരു പുതിയ കലണ്ടർ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാപിക്കുക. മറ്റേ കലണ്ടർ ഭിത്തി കിടന്നോട്ടെന്നേ, അതൊക്കെ മീതെ ഒരു കലണ്ടറിലോട്ടാണ് നമ്മൾ കയറേണ്ടത്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. സമയപരിധിയിൽ ഇത് നിർത്തുന്നതിന് മുൻപ് ആബീബിൻ്റെ ചില ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് കിടക്കുക. പോയിന്റുകൾ വിട്ടുപോകരുത്. ആദ്യം പറഞ്ഞത് ആബീബ് എന്ന മാസത്തിൻ്റെ അർത്ഥങ്ങളാണ്. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ പ്രത്യേകതകൾ ഇല്ലേ? ആണ്ടിൻ്റെ തുടക്കവും മാസങ്ങളുടെ തുടക്കവും, അതാ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് പുതിയ നിയമത്തിലുള്ള ചില പുതിയ തുടക്കങ്ങൾ, അടയാളങ്ങളുടെ തുടക്കം, ആത്മീക ശുശ്രൂഷയുടെ തുടക്കം, ജീവന്റെ പുതുക്കം, മനസ്സിൻ്റെ പുതുക്കം.
ഇതിത്രയും പുതിയ നിയമത്തിലുണ്ട് കേട്ടോ. വെൽ, അങ്ങനെയെങ്കിൽ ഇനി നാം തിരുവഴുത്തുകളിലൂടെ ഊളിയിടാൻ പോകുന്നത് ആബീബ് മാസത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന്, അന്ന് വിടുവിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട തൻ്റെ ജനത്തോട് ആബീബ് മാസം ദൈവം എന്തൊക്കെ ചെയ്തെന്ന് അടുത്ത അരമണിക്കൂറിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇത് പുതിയ നിയമവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വേണം ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകാൻ. നോക്കാം. ആബീബ് മാസത്തിൽ ദൈവം ചെയ്ത 7 പോയിന്റുകൾ പറയും. അതിലെ ഒന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ആബീബ് മാസം ദൈവം എന്താ ചെയ്തത്? ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 1-ാം വാക്യം. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 16 വേഴ്സ് 1. ആവർത്തനം 16-ന്റെ 1. ഓക്കെ, ഇന്ന് രാത്രി ആ വാക്കിലേക്ക്, ആ വാക്യത്തിൻ്റെ ഓരോ പദങ്ങളിലേക്കും ഇന്ന് രാത്രി ഒന്ന് ഊളിയിടാൻ പോവാം. ടോർച്ചടിച്ച് നമ്മൾ നോക്കുക. ഒന്ന് നിർത്തി ശാന്തമായിട്ട് വായിക്കാമോ? ആബീബ് മാസത്തിൽ എന്തൊക്കെ ദൈവം ചെയ്തെന്ന് ഒന്നുകൂടെ വായിക്കും. 16-ന്റെ 1. ഒന്ന് നിർത്ത്. ഏത് മാസം? അതിൻ്റെ അർത്ഥം ആബീബ് മാസം എന്ന് പറഞ്ഞാൽ ഏത് മാസം എന്നാ? പുതിയ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ പുതിയ വർഷത്തിൽ പുതിയ മാസത്തിൽ ഇനി വായിച്ചു. ആബീബ് മാസം എന്ത് ചെയ്യണം? ആചരിക്കണം. ഒരു മിനിറ്റ് അവിടെ നിൽക്കാം. ഇവിടെയാണ് ഒരുപാട് പേർക്ക് പ്രശ്നം പറ്റി കിടക്കുന്നത്. ആചരിക്കണമെന്നില്ലയോ പറഞ്ഞത്? അതുകൊണ്ട് അതൊരാചാരമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ തലമുറകൾ പിന്നെ അതെന്താക്കി? ആചാരമാക്കി. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ. എന്താണെന്നറിയാമോ? ചെയ്യണമെന്ന് പറഞ്ഞ ചിലത്, മറക്കരുതെന്ന് പറഞ്ഞത്, നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. ആചരിക്കുക എന്നുള്ളതിന് ഒബ്സർവ് ചെയ്യുക എന്നാണ് പറയുന്നത്, വീക്ഷിക്കുക എന്നാണ്. പക്ഷേ പിന്നീട് കാലം കുറെ കഴിഞ്ഞപ്പോൾ ആചരിക്കണം എന്നുള്ളത് എന്തോ ആയി? ആചാരമായി. എല്ലാം ഒരാചാരം. സ്തോത്രം. ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ജീവിതം ഒരാചാരമായി മാറരുത്. ജീസസ്. ഞായറാഴ്ചയാണല്ലോ, പോയേക്കാം. വെള്ളിയാഴ്ചയാണല്ലോ, പോയേക്കാം. മാസത്തിൽ 3, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചെങ്ങന്നൂരെ കാര്യമാണ്. മാസത്തിൽ 3 ഉണ്ടല്ലോ, പോയി ഇരുന്ന് കൊടുത്തേക്കാമെന്ന്. അല്ല, നമുക്കിങ്ങനെ ഉണ്ടല്ലോ, നമുക്കും പോയി. അത് ആചാരമാണ്. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ നോക്കിക്കോളൂ. ഒബ്സർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സൂക്ഷിച്ച് നോക്കണം, നിരീക്ഷിക്കണമെന്ന. മെഡിക്കൽ ഫീൽഡിൽ, നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയാവുന്ന ഒരു പദമാണ്. പേഷ്യൻറ്റിനെ, രോഗിയെ എങ്ങോട്ട് മാറ്റി? ഒബ്സർവേഷനിലേക്ക് മാറ്റി. ഒബ്സർവേഷനിൽ എന്താ നടക്കുന്നതെന്നറിയാമോ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കൂ. അവിടെ ഇങ്ങനെ കഥപുസ്തകമൊക്കെ വായിച്ച് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കടലയൊക്കെ കുറിച്ച് ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ പോകും. ഒബ്സർവേഷനിൽ ഇല്ലയോ? ആണോ? പിന്നെ ഒബ്സർവേഷനിൽ എന്താ നടക്കുന്നേ? കീനായിട്ട് നോക്കുക, ഭയങ്കര ശ്രദ്ധയാ. എവിടെ? ഒബ്സർവേഷനിൽ. ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പുതിയത് തുടങ്ങണമെങ്കിൽ, അഥവാ ചില പുതിയത് തുടങ്ങുമ്പോൾ ആചാരമാക്കുന്നതിനും അപ്പുറം ആചരിക്കണം, നിരീക്ഷിക്കണമെന്ന്, ഒബ്സർവ് ചെയ്യണമെന്ന്. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് നിരീക്ഷിക്കുവാൻ, അല്ല കാത്തുകാത്തിരിക്കുക എന്നൊരർത്ഥമുണ്ട്. അങ്ങനെയൊരു അർത്ഥമുണ്ട് കേട്ടോ. കാത്തുകാത്തിരിക്കുക വെച്ചാൽ കാത്തുകാത്തിരിക്കുന്നവർ എഴുന്നേറ്റ് പോകുമോ? ഒരിക്കലും ഇല്ല. രാവിലെ പത്രം വായിക്കാൻ വീർപ്പമുട്ടുള്ളവരുടെ കാര്യം അറിയാം. നേരം വെളുത്ത് ഇങ്ങനെ എത്ര തവണയാണ് ഗേറ്റിന് അങ്ങോട്ട് വന്നും പോയും ഇരിക്കുന്നതെന്നറിയാമോ? അവരെന്താ അവിടെ നിന്ന് വിട്ടുപോകാത്ത? എന്താ? ഏത് വന്നിട്ടില്ല? ആ പത്രം ഒന്നും വന്നിട്ടില്ല. എത്രമാത്രം ശ്രദ്ധയാണെന്നറിയാം. വല്ലാത്ത വീർപ്പമുട്ടല. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ചിലതൊന്ന് ആചരിക്കുവാൻ, ആചാരമാക്കാനല്ല, ചില ദൈവപ്രവൃത്തി എന്നിൽ ഒന്ന് തുടർമാനമായി നടക്കുവാൻ ഒരതിശ്രദ്ധ.
ഇനി നോക്കിക്കോ, ആബീബ് മാസം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? ആചരിക്കേണ്ടതിന് 16:1 പതുക്കെ വായിച്ച്. ആചരിക്കേണ്ടതിന് പെസഹ കൊണ്ടാടണം. അടുത്തത് വീണ്ടും നോക്കുക, ദൈവം ആവർത്തിച്ച് പറയുക. ഈ നമ്മുടെ ജീവിതത്തിൽ ചിലത് ആവർത്തിക്കുമ്പോൾ എന്തുവാ അത് കൂടെ കൂടെ പറയാൻ, ഇന്നാളിലും പറഞ്ഞല്ലോ എന്ന് പറയും. പക്ഷെ ഇവിടെ ദൈവം പറയുക പിന്നെയും പിന്നെ ഏത് തന്നെ പറയുക എന്ന് വെച്ചാൽ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണ്, ഇഷ്ടമുള്ളൊരു മാസമാണ് ഏത്? രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ കൂടെ ഇടപെടുമ്പോൾ ഓർത്തോണം, ദൈവം അത് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ദൈവം അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അർത്ഥാൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ആബീബ് തുടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി അതങ്ങ് വായിച്ചോ. രണ്ടാമത്തത് ആബീബ് മാസത്തിലല്ലോ. ആബീബ് മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പുറപ്പാടിൻ്റെ മാസമാണ്. മനസ്സിലാകുന്നുണ്ടോ? പുതിയ യാത്രയുടെ മാസമാണ് ആബീബ് മാസം. ആബീബ് മാസമാണ് യാത്രയുടെ തുടക്കമെന്ന്. എത്ര നാളുകൊണ്ട് അവരാഗ്രഹിച്ചതാ ഈ കെട്ടൊന്ന് പൊട്ടിക്കണമെന്ന്. എത്ര നാളുകൊണ്ട് അവർ കാത്തിരുന്നതാ ഈ കെട്ടൊന്ന് പൊട്ടി മാറണമെന്ന്. സ്വർഗം പറയുന്നു ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് സമയമായെന്ന്. ചില പുതിയ യാത്രകൾ ഇന്ന് രാത്രി നാം വിടട്ടെ. എവിടെയൊക്കെ ഉടക്കി കിടക്കുകയാണോ, എവിടെയൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ട്, എവിടെയൊക്കെ ഒത്തിരി ചാടിക്കിടക്കാൻ നോക്കിയിട്ട് ഇന്നും കടമ്പ കയറാൻ പറ്റാതെ മൂടിടിച്ചതുപോലെ തുടങ്ങിയെടുത്ത് തന്നെ ഇട്ടോന്നും പറഞ്ഞ് വീണെങ്കിൽ, പൊത്തോന്നും പറഞ്ഞ് വീണെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു ആബീബിന് സമയമായി, നിന്നെ പുറപ്പെടുവിക്കാൻ നേരമായെന്ന്. ചിലരെ എഴുന്നേൽപ്പിച്ചു വിടാ. ഇതുവരെ ഇരുന്നതും മതി. ഒരു മനുഷ്യൻ ആയുസിന്റെ 40 വയസ്സ് വരെ ദേവാലയത്തിന്റെ വാതിൽക്കൽ ജന്മനാൽ മുടന്തനായി സമൂഹം പറഞ്ഞു ഇരിക്കടാ അവിടെ. അവന്റെ അമ്മ പറഞ്ഞു നീ ജനിച്ചപ്പോഴേ കാലില്ലാത്തവനാടാ, വല്ല മൂലയ്ക്കങ്ങാനും പോയിരി, എങ്ങനെങ്കിലും നീ പോയി ജീവിച്ചോ എന്നും പറഞ്ഞ് അവന്റെ വയസ്സെത്ര? 40-ലധികം ഒന്നല്ലേ. സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കണക്കിൽ ആയുസിന്റെ പകുതി പോയി കിട്ടില്ലയോ? പക്ഷെ സ്വർഗം പറയുന്നു നിന്റെ 40-നപ്പുറം നിന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചു വിടാ, നിന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്താ. ദൈവം അയച്ചിട്ട് ചിലർ വരട്ടെന്ന്. അവൻ ഇന്ന് രാത്രി ചിലരുടെ ഭവനങ്ങളിലേക്ക് ദൈവം അയച്ചിട്ട് ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ചില കരങ്ങൾ നീണ്ടുവരുന്നത്. ആര് വരും എൻ്റെ ആയുസ്സിൽ? ആര് വരും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൈതരാൻ? ഇന്ന് രാത്രി നീണ്ടുവരുന്നൊരു ഭുജത്തേക്കാണ് നസ്രായനായ യേശു മശീഹയുടെ നാമത്തിൽ ചിലർ എഴുന്നേറ്റ് തുടങ്ങട്ടെ. വർഷങ്ങളായി എഴുന്നേക്കാൻ കഴിയാതെ ജന്മനാൽ മുടന്തുപോലെ കൂട്ടിക്കെട്ടിയതുപോലെ അല്ല, ആബീബ് തുടങ്ങുക. എഴുന്നേറ്റ് വാ, ചാടി എഴുന്നേക്ക. അവൻ നടന്നും തുള്ളിയും കൊണ്ട് അവന്റെ ജീവിതത്തിലെ ആബീബ് തുടങ്ങി കേട്ടോ. എഴുതി തള്ളി അവന്റെ ജീവിതത്തിൽ. പത്രോസ് കൈനീട്ടുക. ഇന്ന് രാത്രി നീണ്ടുവരുന്ന ഒരു കരം, ഞാനൊരു വെളിപ്പാടാ വിളിച്ചു പറയുന്നത്. ജീസസ്, നീണ്ടുവരുന്നൊരു കരം ഇന്ന് രാത്രി കിടക്കക്കരികിൽ കണ്ടോണം. അല്ല, ഇവിടെ കാണാൻ പറ്റുമോ? ഈ ഹോള് വിട്ട് ഇന്ന് രാത്രി പോകുമ്പോൾ ഒരു കരം എൻ്റെ മേൽ വരുന്ന മഹത്വമുള്ള ഭുജം, ആമേൻ, അഗ്നിത്തൂണ് പോലെ, മേഘസ്തംഭം പോലെ എന്നെ നടത്തുന്ന ഒരു ഭുജം. പിതാവേ, ഇന്ന് രാത്രി വചനം ഇവിടെ കൈമാറുമ്പോൾ ചിലരുടെ മേൽ ആ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ കരമൊന്ന് ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, കഴിവ് കെട്ടവനെന്നും കഴിവ് കെട്ടവളെന്നും പറഞ്ഞ് കുടുംബത്തിന് നീ ഒരു ഭാരമാ. നോ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ആബീബ് തുടങ്ങുക. ദൈവം അയച്ചിട്ട് ചിലർ വരാൻ പോവാ. കൂടാരത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് അന്നൊരു പ്രായമുള്ള മനുഷ്യൻ കണ്ടെങ്കിൽ അല്ല, 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ജീസസ് ദൈവം അയച്ചിട്ട് പത്രോസ് യോഹന്നാൻ വന്നതുപോലെ. ജീസസ്, ഞാൻ പറയട്ടെ, ആ മനുഷ്യലേക്ക് ഒന്ന് പെട്ടെന്ന് തിരിച്ചു വന്നാൽ
അവൻ്റെ പ്രശ്നം എവിടെ ആയിരുന്നു? കാലിന് ഇല്ലേ? അവൻ്റെ കാല് കൊണ്ട് ആയുസിൽ അവന് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ അവൻ്റെ പ്രശ്നം കാലിലായിരുന്നെങ്കിൽ ജീസസ് ഒരു കരമായി ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി എവിടെ ഇല്ലായ്മ അനുഭവിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമാണ്. ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദൂതം ഏറ്റെടുത്ത്, കർത്താവേ എൻ്റെ വീട്ടിലേക്ക് ഉയരത്തിൽ നിന്ന്, ആ ഭണ്ഡാരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ഒന്ന് പകർന്ന് എൻ്റെ ഭവനത്തിലേക്ക് ആ കരമൊന്ന് ചലിച്ചു തുടങ്ങട്ടെ നിന്ന് രാത്രി. ദൈവത്തിന് നിന്റെ ആയുസിൽ ആബീബ് വരാൻ പോവാ. ആണ്ടിന്റെ ആരംഭം നീ കാണാൻ പോവാ. ഒരു പുതിയ കലണ്ടർ, ഒരു പുതിയ മന്ത്, ഒരു പുതിയ മാസം. ആബീബ് മാസത്തിൻ്റെ 7 പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത അത് പുറപ്പെടുവിക്കപ്പെട്ട മാസമാണ്. അഥവാ യാത്രകളുടെ തുടക്കമാണ്. ഏത് മാസം? ആബീബ് മാസം. ഇന്ന് രാത്രി അത് പ്രാപിച്ചോണം കേട്ടോ. ഞാൻ ഒത്തിരി പരിശ്രമിച്ചു, ഞാൻ ഒത്തിരി എഴുതി നോക്കി, ഇന്ന് വരെ എനിക്ക് പൊങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആബീബ് കടന്നു വന്നാൽ എൻ്റെ ആണ്ട് തുടങ്ങുക, എൻ്റെ യാത്രകൾ ആരംഭിക്കുക. ജീസസ്, ദൈവത്തിന് സ്തോത്രം. ആബീബ് മാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 40. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് നോക്കാമോ? പുറപ്പാട് 40:2. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോണേ. എത്രാം മാസമാ? എന്ന് വെച്ചാൽ ഏത് മാസം? ആബീബ് മാസം എത്രാം തീയതിയാ? 1 മിനിറ്റ്. വായിച്ചോ, ബാക്കി പിന്നെ പറയാം. മതി, ഒന്ന് നിർത്തണേ. ആബീബ് മാസം, ഓക്കെ. ഡേറ്റ് എപ്പോഴാ? ജീസസ്, എന്നെങ്കിലും നിവർത്തിയാൽ പോരാ. ആബീബ് മാസത്തിൻ്റെ തുടക്കം തന്നെ മനസ്സിലായി. ദൈവത്തിന് ചില കാര്യങ്ങളിൽ നിർബന്ധമുണ്ടെന്ന്, ദൈവത്തിന് ചില കാര്യങ്ങളിൽ ഒരു നിഷ്കർഷയുണ്ട്, ദൈവത്തിന് ചിലതിൽ വാശിയുണ്ടെന്ന്. നിന്റെ ആയുസിൽ എന്നെങ്കിലും നിവർന്നാ പോരാ. 1-ാം തീയതി തന്നെ. 1-ാം തീയതി എന്തോ നിവർക്കണമെന്നാ? തിരുനിവാസം എന്ന് വെച്ചാൽ കൂടാരം നിവർക്കണമെന്ന്. പുതിയ നിയമ അർത്ഥം പ്രാർത്ഥനാ ജീവിതം തുടങ്ങണമെന്ന്. അതുവരെ ഈ മേഘത്തെ, ഷെഖേനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു, ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കിടയിൽ കൂടാരമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങിയിട്ടിപ്പോൾ കുറേ മാസങ്ങളായി. പണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും മേഘം തന്നെ വേണമായിരുന്നു. 40 വർഷം മേഘമാണ് നടത്തിയത്. പക്ഷേ അതിനിടയിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു, എന്നും ഇങ്ങനെ നോക്കി മാത്രം പോയാൽ പോരാ, ഷെഖേന നിങ്ങൾക്കിടയിലൂടെ ഒന്ന് ഇറങ്ങും. എന്തിനാണെന്നറിയാമോ? നിങ്ങളൊന്ന് കൂടി വരണമെന്ന്, നിങ്ങളൊന്ന് ഒത്തുവരണമെന്ന്. അതാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒത്തുകൂടുന്ന. അപ്പോൾ സമാഗമന കൂടാരം നിവർത്തിയ മാസം ഏതാ? 1-ാം മാസമാണ്. അല്ലെങ്കിൽ മീൻസ് ഒരു പുതിയ ആത്മീക അനുഭവം തുടങ്ങാൻ ഇന്ന് രാത്രി തീരുമാനിക്കാം. ഈ മരുഭൂമി യാത്രയിൽ എനിക്കിങ്ങനെ നടന്നാൽ പോരാ. ഈ മരുഭൂമി യാത്രയിൽ എനിക്കിങ്ങനെ ചുമ്മാ നടന്നാൽ പോരാ. ഒരു തിരുനിവാസം നിവർത്തിയേ പറ്റൂ. ഒരു പ്രാർത്ഥനയുടെ ഒരു കൂടാരം, പ്രാർത്ഥനയുടെ ഒരു അടുത്ത ലെവലെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പുതിയ തീരുമാനം ഈ രാത്രി എടുക്കാമെങ്കിൽ ചിലത് നിവർന്നു വരുന്നത് കാണും. ആ കൂടാരത്തിലേക്ക് തേജസ് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. സ്തോത്രം. നമ്മുടെ ആത്മാവിൻ്റെ മേൽ, പ്രാണൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, നമ്മുടെ ഭവനത്തിൽ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നില്ലേ, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ ആളുകളെ നിറച്ചെന്ന് മാത്രമല്ല, മറിച്ച് വീടും കൂടെ. അതെന്തിനാവാ വീട് നിറച്ച്? വിശ്വാസി നിറഞ്ഞാൽ പോരെ, അവൻ ഇരിക്കുന്ന സ്ഥലവും കൂടെ നിറയ്ക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആബീബ് മാസത്തിൻ്റെ 2-ാം പ്രത്യേകത
പ്രാർത്ഥനാ അനുഭവം നിവർത്തിയ അഥവാ സമാഗമന കൂടാരം നിവർത്തിയ മാസമാണ് ആബീബ്. പുതിയ ഒരു പ്രാർത്ഥനയുടെ തീരുമാനം ഇന്ന് രാത്രി എടുക്കുക. ആബീബ് മാസത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത സംഖ്യാപുസ്തകം 20-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 20. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം 21. സംഖ്യ 20-ന്റെ 1 നോക്കാമോ? നോക്കണേ. യാത്രയിൽ വീണ്ടും ഏത് മാസം? അതിൻ്റെ അർത്ഥം പുതിയ ആണ്ടായെന്ന് മനസ്സിലാകുന്നു. ആബീബ് മാസം എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം പുതിയ വർഷമെന്നല്ലേ? ആണല്ലോ. സമാഗമന കൂടാരം ഉയർത്തിയത് ഏത് മാസമാ? അതിൻ്റെ അർത്ഥം അതൊരു പുതിയ ആണ്ടാ. പിടികിട്ടുന്നോ? സ്വത്രം. പുറപ്പെട്ട മാസം ഏതാ? ആബീബ് ഇല്ലേ? അതെൻ്റെ യാത്രയുടെ തുടങ്ങിയ വർഷമാണ്. സ്വത്രം. സ്വർഗം പറയുന്നു ഒരു പുതിയ കൂടാരം കൂടി ഇനി ഉയരണം. അതും എന്നാ? അപ്പോഴത്തേക്ക് അടുത്ത വർഷമായി ഇല്ലേ? ഇനി ഇപ്പോൾ വായിക്കുമ്പോഴും ഏത് മാസമാ? അതിൻ്റെ അർത്ഥം ഒരു പുതിയ വർഷത്തിൽ എത്തി ഇല്ലേ? ഞാൻ പറയട്ടെ, ഏത് വർഷത്തിൽ ഏത് മാസത്തിൽ ജനം എവിടെ എത്തണമെന്ന് ദൈവം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 2-ാം മാസം ഇവർ സീനിൽ എത്താഞ്ഞത്? ഉത്തരം ഇത്രയേ ഉള്ളൂ. എൻ്റെ ജനം 2-ാം മാസമല്ല സീനിൽ എത്തേണ്ടത്. ഏത് മാസമാണ്? രാത്രി ചില ടെൻഷനുകൾ ഒഴിയട്ടെ. ഞാൻ ഏത് മാസം എവിടെ നിൽക്കണമെന്ന്, ഏതാണ്ടിൽ ഞാൻ എവിടെ ആയിരിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ചാർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ അന്യ ചാർട്ടുകളും ഇന്ന് രാത്രി മാറണം. ഒത്തിരി ഭയം, ഭീതി ഈ രാത്രി വിട്ടുപോകണം. ഇനി ആബീബ് മാസത്തിൽ സീനിലെത്തി ഇല്ലേ? ഇനി അതിൻ്റെ 2-ാം വാക്യം ഒന്ന് നോക്കുക. അയ്യോടാ, ആബീബ് മാസം ചിലപ്പോൾ ഇല്ലായ്മ, ചിലപ്പോൾ വരാം. മനസ്സിലാവുന്നുണ്ടോ? ആബീബ് മാസത്തിൽ ഇപ്പോൾ എന്തില്ല? ചിലപ്പോൾ നമ്മുടെ ആയുസ്സിൽ ഇല്ലായ്മകൾ വരാം. മനസ്സിലാവുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്യുക നമ്മെ. ഇവിടെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങളെ നടത്തിയില്ലയോ? ഈ പുതിയ ആണ്ടിൻ്റെ ആബീബ് മാസം ചിലത് ദൈവം ഒന്ന് ഓഫ് ചെയ്താൽ കുറച്ച് നേരത്തേക്കേ ഉള്ളേ. ജീസസ്, നിങ്ങൾക്കറിയാമോ ആബീബ് മാസം പുതിയതാ, പക്ഷെ അവിടെയും ഇല്ലായ്മ വരാം. ജീവിതത്തിൽ ചില ശൂന്യത പോലൊക്കെ തോമാം വരാം. സംഭവിച്ചെന്തോന്നറിയാമോ? അവിടെ അവർ കലഹിക്കാൻ തുടങ്ങി, പെറുപെറുക്കാൻ തുടങ്ങി. ഇതുവരെ പ്രാപിച്ച കൃപയെല്ലാം ഏത് മാസം കളഞ്ഞു? ആബീബ് മാസം കൊണ്ട് കളഞ്ഞു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 20-ാം അധ്യായം നിങ്ങൾ വായിച്ചോ? അതേ സീനിൽ വെച്ച് തന്നെ ദൈവം പാറ എന്ത് ചെയ്തു? അപ്പോൾ ആബീബ് മാസത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത, പാറയെ പിളർന്ന് നന്മ തരുന്ന മാസമാണ് ആബീബ്. ഷോർട്ടേജ് വന്ന് തന്നെ കേട്ടോ, ആ മാസം തന്നെ. ഒരു ഭാഗത്ത് ശോധനയും വെല്ലുവിളിയും വരുമ്പോൾ ഓർത്തോണം, അപ്പുറത്ത് എൻ്റെ പാറ നിൽപ്പുണ്ട്. ആത്മാവിൽ കാണാമോ? ഇവിടെ കുടിപ്പാൻ വെള്ളമില്ലെങ്കിൽ അവരെ അനുഗമിച്ച പ്രാർത്ഥനാ മുറിയിൽ ആ പാറയെ കാണണം. കൂടെ നിൽക്കുന്ന പാറയെ അനുഭവിക്കണം. എന്നെ എവിടെ നിർത്തിയിരിക്കുന്നതെന്ന്, എന്നെ ഏതിനോട് ചേർത്ത പണിതെന്ന് ആ പാറയുടെ വെളിപ്പാടകത്തുണ്ടെങ്കിൽ തുറന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആബീബ് മാസത്തിൽ 3-ാമത് നടന്നത് പാറയെ പിളർത്തിയ മാസമാണ് ആബീബ്. 4-ാമത്തെ കാര്യം എന്താ ദൈവം ആബീബ് മാസം ചെയ്തതെന്നറിയാമോ? 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 12. 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് നോക്കാമോ? 12-15. മതി, ഒന്നുകൂടെ ശ്രദ്ധിച്ച്
ഒന്നുകൂടെ പതുക്കെ ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് നിർത്തണേ. ഏതു മാസം? സ്തോത്രം. ഓക്കെ, അപ്പോഴത്തേക്ക് ആണ്ടുകൾ മാറിയേ. നിങ്ങൾക്കറിയാമോ ഇപ്പം എത്ര ആയെന്ന്? 40 ആണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 40 years തീരാൻ പോവാ. ഇനി വായിച്ചോ 12:15. 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുന്ന മാസം അപ്പം ഏതായിരുന്നു? എവർക്കത് 1-ാം മാസമാണ്. എവർക്ക്, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഓൾറെഡി ആ നാട്ടുകാർക്ക് ഒരു പഴയ കലണ്ടറുണ്ട്. ഏത് നാട്ടുകാർക്ക്? ഇവർ ചെല്ലാൻ പോകുന്ന കനാൻ നാട്ടിൽ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരുടെ കലണ്ടറിൽ ഇത് 1-ാം മാസമാണോ? അല്ല. 1-ാം മാസം ആർക്കാ ഇത്? പിടികിട്ടണം. ലോകത്തിൽ ഒരുപാട് കലണ്ടർ ഓടി നടക്കും കേട്ടോ. ഒത്തിരി വാർത്തകളും ഒത്തിരി സംസാരങ്ങളും, അയ്യോ അതാ ഇതാന്നൊക്കെ പറഞ്ഞു ഒത്തിരി വാർത്തകളും വർത്തമാനങ്ങളും ഇവിടെ ഓടി നടക്കുമ്പോൾ ജനം പറയണം, ഞങ്ങൾക്കിത് പുതിയ തുടക്കമാ, ഞങ്ങൾക്കിത് അടയാളങ്ങളുടെ തുടക്കമാ, ഞങ്ങൾക്കിത് ആബീബ് മാസമാ. വായിച്ചോ. ആബീബ് മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ ക്രോസ് ചെയ്തെന്ന 4-ാമത്തെ പ്രത്യേകത, യോർദാനെ ജയിച്ചത് ഏത് മാസമാ? എഴുതിയിട്ടോ. എൻ്റെ യാത്രകളെ മുടക്കുന്ന, ഇത്രയും നാളായിട്ട് ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ പരാജയം കൊണ്ടുവന്ന ആ യോർദാനെ ഏത് മാസം ജയിക്കും? ആബീബ് തുടങ്ങട്ടെ ഇന്ന് രാത്രി മുതൽ. ഇന്നത്ര ഡേറ്റ്? 27 ഇല്ലേ? സ്വത്രം. എല്ലാവരും പറയുന്നത് ഫെബ്രുവരി തീരുന്നതല്ലേ. പക്ഷെ നമ്മൾ പറ നോ, അത് 27 ഗ്രിഗോറിയൻ കലണ്ടറാ. എനിക്ക് ന്യൂ ബിഗിനിങ്ങാ. ഇന്ന് രാത്രി ഡയറിയിൽ അങ്ങോട്ട് എഴുതിയിട്, യോർദാൻ മുറിയാൻ പോവുക ഈ ആബീബ് മാസം. ഈ മാസം തന്നെ ചിലതിനെ ജയിക്കുമെന്ന്. ഈ മാസം തന്നെ യോർദാനെ അവർ കടന്നെന്നാ ഇല്ലേ? കടക്കുക എന്ന് വെച്ചാൽ എന്താ? ഫ്ലൈ ഓവർ, ട്രാൻസ്, മുറിച്ച് കടക്കുക എന്നൊക്കെയാ. സംഭവിക്കട്ടെ എന്നാ. എവിടെയൊക്കെയോ മുറിച്ച് മാറ്റാൻ പറ്റാത്തത്, എവിടെയൊക്കെയോ ചാടിക്കടക്കാൻ പറ്റാത്തത്, എവിടെയൊക്കെയോ പറന്നു കയറാൻ പറ്റാത്തതിൻ്റെ ആ യോർദാന് കടക്കുന്ന, ചാടിക്കടക്കുന്ന, ചാടി എഴുന്നേൽക്കുന്ന ജീസസ്. അപ്പോ യോർദാനെ മുറിച്ച് കടന്ന മാസം ഏതാ? ഇതിൻ്റെ ബാക്കി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ബാക്കി പ്രാപിച്ചോണം കേട്ടോ. ഇനി യോർദാനെ മുറിക്കുക മാത്രമല്ല ചെയ്ത്, ബാക്കിയും കൂടെ ഒന്ന് വായിക്കുക. താഴ്വര നിവാസികളെയൊക്കെയും കണ്ടോ. ആബീബ് മാസം 2 കാര്യങ്ങളാണ് നടന്നത്. യോർദാനെ പിളർക്കുക മാത്രമല്ല, മറിച്ച് ആളുകളെ കൂടെ എന്ത് ചെയ്തു? എങ്ങോട്ടാ ഓടിച്ചേ? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റും വെസ്റ്റുമായിട്ട് ഓടിച്ചപ്പോഴേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ വഴി തുറന്നെന്ന് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ടോ? എവിടെയൊക്കെ ബ്ലോക്കായിട്ട് നിന്ന അടമന ഹഷ്കാചാര താഴ്വര നിവാസികളെ എങ്ങോട്ടൊക്കെയാ ഓടിച്ചേ? ആത്മാവിൽ ഇന്ന് രാത്രി ഓടിച്ചോണം. ആത്മാവിൽ പുതുഭാഷ പറയുമ്പോൾ ആമേൻ. അത് കൈയടിച്ചെങ്കിൽ കൈയടിച്ചോടിച്ചോ. ആത്മാവിൽ നിറഞ്ഞെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ, അന്യഭാഷ പറഞ്ഞെങ്കിൽ അങ്ങനെ, ആമേൻ, പ്രവചിച്ചെങ്കിൽ അങ്ങനെ. ഇന്ന് രാത്രി മുതൽ ഓടിക്കാൻ തുടങ്ങിക്കോണം. എവിടെയൊക്കെയോ എന്നെ പറപ്പിക്കുമെന്ന് പറയുന്ന, എവിടെയൊക്കെയോ എന്നെ നിർത്തത്തില്ലെന്ന് പറയുന്ന താഴ്വരവാസികളെ ഓടുന്ന മാസമായത് ആബീബിസ്. അപ്പോ ഒറ്റ മാസത്തിൽ 2 കാര്യങ്ങൾ നടന്നു. ഏതൊക്കെയാ? 1, യോർദാൻ കടന്നു. 2, ഇത് ഇത്രയും നടന്നത് എന്നാ? എന്തുകൊണ്ട് 2-ാം മാസം നടന്നില്ല? നോ, അതാണ് ആബീബ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആബീബ് തുടങ്ങണം കേട്ടോ. നാളത്തേക്ക് മാറ്റി വെക്കരുത്. നാളെ നേരം വെളുക്കരുന്നവർ കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി തുടങ്ങട്ടെ ആബീബ്. ജീസസ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആബീബ് മാസം നടന്ന 5-ാമത്തെ പ്രത്യേകത അറിയണോ? യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം, ജോഷുവ ചാപ്റ്റർ 4.
ജോഷുവ ചാപ്റ്റർ 4 വേഴ്സ് 19. യോശുവ 4:19 ഒന്ന് വായിക്കാമോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഏത് മാസം? 1-ാം മാസം 10-ാം തീയതി കയറി ആബീബ് മാസമാണ് കനാന്റെ അതിരിൽ കാല് വെച്ചത്. അപ്പൊ 1 ദിനവൃത്താന്തത്തിൽ നടന്നത് എന്തുവായിരുന്നു? യോർദാനെ മുറിച്ചു, ഇല്ലേ? ഈ വാക്യം കൂടെ ഒത്തു വായിച്ചാൽ എത്ര ദിവസം എടുത്തത്? യോശുവ 4 പറഞ്ഞിരിക്കുന്ന എത്രാം ദിവസം എന്നാ? 4:19 എത്ര ദിവസം? അപ്പൊ അവർ വെള്ളത്തിൽ ചവിട്ടി നിന്നത് എത്ര ദിവസം ആയിരിക്കണം? കുറഞ്ഞത് 10 ദിവസം ഒരു പോരാട്ടം അവിടെ നടന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ വായിക്കുക. യോശുവ 4:19 ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുക. 1-ാം മാസം 10-ാം തീയതി, ഇല്ലേ? 1-ാം ദിവസം വന്നതല്ലേ അവരവിടെ? അന്ന് മുതൽ തുടങ്ങിയതാ ഏത്? യോർദാനോടുള്ള ഓൺ ദ 10th ഡേ. അവർ മടുത്തില്ല കേട്ടോ, മടുത്തില്ല. 10 ദിവസവും നിന്ന് പോരാടിയവർ. ഇത് പുതിയ നിയമത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മടുത്തു പോകാതെ. ഒരിക്കൽ ദാനിയേൽ എന്താ പറഞ്ഞ്? ഞങ്ങളെ എത്ര ദിവസം പരീക്ഷിക്കാനാ അറിയോ? 10 days, 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇനി 4:19 വായിച്ചു വിട്ടു. 1-ാം മാസം 10-ാം തീയതി യോർദാനിൽ നിന്ന് കയറി. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 10 ദിവസമായി. 10 ദിവസമായി യോർദാനെ ചവിട്ടിപ്പിടിച്ച് നിൽക്കുക. വെച്ച കാല് അവരെടുത്തില്ല കേട്ടോ. ആത്മാവിൽ അവർ കാല് വെച്ചിട്ട് അവർ പറഞ്ഞു, മുറിയാതെ ഞങ്ങൾ ഈ കാല് പൊക്കത്തില്ലെന്ന്. വാഗ്ദത്തങ്ങളെ കൈവശമാക്കാൻ വെച്ച കാലം ഉറച്ചവിടെ നിർത്തിയിട്ട് ആത്മാവിൽ പോരാടാൻ തയ്യാറുണ്ടോ? നീ യോർദാനിൽ എന്നും ചവിട്ടിക്കൊണ്ട് നിൽക്കുകയല്ല, കയറുന്ന ഒരു പകല് വരും. യോർദാനിൽ നിന്ന് കയറിയിട്ട് എങ്ങോട്ട് കാല് വെച്ചു? ഗിൽഗാൽ. ഗിൽഗാൽ എന്ന് പറയുന്നത് കനാൻ ദേശത്തിൻ്റെ അതിരാ കേട്ടോ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. ആബീബ് മാസത്തിൽ നടന്ന 5-ാമത്തെ പ്രത്യേകത, കനാനിൽ കയറിയ മാസമാണേത്? ആബീബ്. 1 ദിനവൃത്താന്തത്തിൽ എന്താ വായിച്ചേ? യോർദാനെ കീഴടക്കിയ മാസം. ഓക്കെ. യോശുവയിൽ പറയുന്നു ആബീബ് മാസം തന്നെയാണ് കനാനിലേക്ക് കാല് വെച്ചത്. വീണ്ടും 1 ദിനവൃത്താന്തം കൂട്ടി വായിച്ചാൽ കാല് വെച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും താഴ്വരവാസികളെ ഓടിച്ച മാസവും ആബീബ. വെറുതെ അല്ല ദൈവം ആബീബ് വെച്ചത്. ചിലത് തുടങ്ങാൻ വേണ്ടിയാ, ചിലതിനെ പിടിച്ചടക്കി തുടങ്ങാം. 6-ാമത്തെ പോയിന്റിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. ആബീബ് മാസത്തിൽ നടന്ന 6-ാമത്തെ വിഷയം. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, മൊത്തം 7 എണ്ണമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം ഒന്ന്. എക്സോഡസ് 12:14. 12:14. ആ ആ ആ 14 പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണമെന്നാ? അതെന്താണ്? ഓർമ്മ നാളെന്ന് പറഞ്ഞാൽ അറിയാമോ? ഡേ ഓഫ് റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ പറയാം, മറക്കാനൊക്കാത്ത ദിവസമാണ് ഈ ദിവസം. ഏത് ദിവസം? ഇറങ്ങിയ ദിവസം. ഇറങ്ങിയ മാസം ആബീബ. മനസ്സിലാക്കണം, ഇറങ്ങിയ മാസം ആബീബ. പക്ഷെ ഇറങ്ങിയ ദിവസത്തെക്കുറിച്ച് ദൈവം പറയുക, ഈ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നീ മറക്കാത്ത നിലയിൽ ഒരു നന്മ തരുമെന്ന്. അതെന്താണ് അങ്ങനെ പറയാൻ? അൺഫോർഗറ്റബിൾ എന്ന് പറയാൻ കാരണമുണ്ട്. നാം നമ്മുടെ ആയുസിൽ ചിലത് ഓർപ്പിക്കല്ലെന്ന് പറയും, ഇല്ലേ? ഒത്തിരി ദുരന്തങ്ങൾ, അയ്യോ എന്നെ ഓർപ്പിക്കല്ലേ ആ സംഭവം. പക്ഷെ സ്വർഗം പറയുന്നു, നീ എന്നും ഓർക്കത്തക്കവണ്ണം അവിടുത്തെ ഉപകാരങ്ങളൊന്നും
ഇന്ന് രാത്രി ആബീബ് മാസം 1-ാം തീയതി ദൈവം ചെയ്തത് എൻ്റെ ആയുസ്സിൽ മറക്കാനൊക്കാത്ത ഒരു വിടുതൽ. അത് അവനവൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മറക്കാനൊക്കാത്ത വഴികൾ തുറക്കുന്ന ദിവസമായി മാറട്ടെ. എന്നും ഓർത്ത് സ്തോത്രം ചെയ്യത്തക്കവണ്ണം അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ വേണം. അപ്പോൾ ആബീബ് മാസത്തിൻ്റെ പ്രത്യേകത മറക്കാനൊക്കാത്ത മാസം ഒന്നും കൂടെ എഴുതി അങ്ങ് വെച്ചോ. അൺഫോർഗറ്റബിൾ മന്ത്, നല്ല അർത്ഥത്തിലാണ് കേട്ടോ. മറക്കാനൊക്കാത്ത മാസം, മറക്കാനൊക്കാത്ത ദിവസം ആബീബ് മാസത്തിലാണ്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ്. ഇനി അതേ 14-ാം വാക്യം ഒന്നുകൂടെ അങ്ങ് വായിച്ചു. 12-14 ഒന്നുകൂടെ വായിച്ചു. 1 ഓർമ്മയായിരിക്കണം. 2 അതൊരു ഫെസ്റ്റിവൽ ഡേ ആകുമെന്ന്, ഉത്സവത്തിൻ്റെ ദിവസവും കൂടെ ആണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ 4 തലമുറയായി ഇവർക്ക് ഉത്സവമില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവർക്ക് ആഘോഷമില്ല, ഇവർക്ക് സന്തോഷമില്ല. എന്നും കണ്ണീരും കഞ്ഞിയുമാണ്, എന്നും നെഞ്ചത്തടിയും നിലവിളിയാണ്. നാടൻ ഭാഷയായി പറയുന്നത്. എന്നും അടിയും പിടിയും ബഹളമാണ്. പക്ഷെ സ്വർഗം പറയുന്നു, ആബീബ് മാസത്തിൽ നിങ്ങൾ ഉത്സവം തുടങ്ങാൻ പോവാ, തപ്പെടുക്കാൻ പോവുകയാണെന്ന്, സന്തോഷിക്കാൻ തുടങ്ങുന്ന എന്ന് വെച്ചാൽ ആത്മാവിൽ നിറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ ഉത്സവം തുടങ്ങട്ടെ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? കള്ളപ്പിശാച് എവിടേക്കോ നമ്മുടെ ആയുസിൽ ഇരുട്ട് കൊണ്ടുവരുത്തി. അടച്ചടാ അവൻ്റെ വീട്, അവൻ്റെ സന്തോഷത്തെ ഞാൻ പൂട്ടിയിടാനോ, എടാ ഉത്സവം ആചരിക്കാൻ പോവാ. നമ്മുടെ നാവിൽ ആർപ്പ് നിറയട്ടെ, നമ്മുടെ നാവിൽ പാട്ട് നിറയട്ടെ. ഉത്സവം ആചരിക്കുന്ന ഒരു ശക്തി നീതിമാന്റെ കൂടാരത്തിൽ ഉത്സവം. മനസ്സിലാവുന്നുണ്ടോ? ഇരുട്ട് തിരിച്ചറിയണം. ഒരിക്കൽ ഒരു ചേട്ടൻ ദൂരെ വെച്ചേ കേട്ടു, ഇല്ലയോ? ഒത്തിരി മാസം കൊണ്ട് എൻ്റെ വീട്ടിൽ എന്തില്ല, ഒരനക്കവും ആവിയും ഇല്ല. പക്ഷേ കർത്താവ് എന്തോ ചെയ്തു. അവൻ പറയുന്നു, അങ്ങേ വളവിലെത്തിയപ്പോഴേ ഞാൻ എന്തോ കേട്ടു, പാട്ടും നൃത്തവും കേട്ടെന്ന്, ഉത്സവം തുടങ്ങിയെന്ന്. വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ തീർന്നെന്ന് കരുതിയോ? നോ. ആബീബ് തുടക്കമാണ്, അടയാളങ്ങളുടെ തുടക്കം, ആത്മീയ അധികാരത്തിൻ്റെ, ആത്മീക ശുശ്രൂഷയുടെ തുടക്കം, ശക്തിയുടെ പുതുക്കം, മനസ്സിൻ്റെ പുതുക്കം, ജീവൻ്റെ പുതുക്കം. എല്ലാ നിലകളിലും ഒരു പുതുക്കം സംഭവിക്കട്ടെന്ന്. ആബീബ് ആണ്ടിൻ്റെ ആരംഭം, ആബീബ് മാസങ്ങളുടെ ആരംഭം. ഒരു പുതിയ കലണ്ടർ ഇന്ന് രാത്രി കൈമാറിയിട്ട് ഞാൻ ഇരിക്കട്ടെ. ഇന്നലെ വരെ മിസ്രൈമ്യ കലണ്ടറിൻ്റെ കീഴിലാണ് അവർ നിന്നത്. ഇന്നലെ വരെ ലോകത്തിൻ്റെ കലണ്ടർ, അത് അവിടെ അങ്ങ് നിന്നോട്ട്, വഴക്കിന് പോകണ്ട. പക്ഷെ ഇന്ന് രാത്രി പുതിയ ഒരു കലണ്ടറൂടെ മേടിച്ചേച്ചേ പോകാവൂ. ആത്മാവിലോട്ട് ആ കലണ്ടർ ഒന്ന് തൂക്കണം. എൻ്റെ ജീവിതത്തിൽ ഉത്സവം തുടങ്ങുക. എൻ്റെ ആയുസിൽ യോർദാനെ ചവിട്ടി ജയിക്കാൻ പോവാ. എൻ്റെ ആയുസിൽ ചിലതിനെ ഞാൻ കടക്കാൻ പോവാ. എൻ്റെ ആയുസിൽ പുതിയ അടയാളങ്ങളുടെ ആരംഭമായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി മുതൽ ആബീബ് തുടങ്ങട്ടെ, ഫ്രഷായത് തുടങ്ങട്ടെ. വാക്കുകളെ ചുരുക്കുന്ന അവസരം തന്ന കർത്താൽ ബഹുമാന്യ ദൈവദാസനും ദൈവജനത്തിനും വന്ദനങ്ങൾ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.